ഒരു യുദ്ധം ഉണ്ടായാലും ഇപ്പം ഈ കൊറോണ വന്നു, എന്നെ സംബന്ധിച്ച് ഇതൊന്നും ബാധകമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം എല്ലാം ഞാൻ എൻ്റെ കൃഷിയിടത്തിൽ നിന്നുണ്ടാക്കിയത് കാരണം ഒരു സാധനം പോലും വെളിയിൽ നിന്ന് വാങ്ങണ്ട. ഇത് നമ്മൾ മുറിക്കാൻ തൂക്കുന്ന പുല്ലുചൂലാണ്. അത് പിന്നെ അടുക്കള കാണാൻ വേണ്ടിയിട്ട് ശ്രീനിവാസന് ഇവിടെ 2014 വന്നായിരുന്നു. വോയിസ് ഓഫ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പാലായ്ക്കടുത്ത് ഭരണങ്ങാനത്ത് മോളിപ്പോളിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ മോളിപ്പോള്. പുള്ളിക്കാരത്തേക്ക് ജൈവ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ്. ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ, അതായത് ഞാനും നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ സാറ് രമേശൻ സാറുമായിട്ട്, ഇദ്ദേഹം പ്രകൃതി ജീവനത്തിൻ്റെ ആളാണ് കേട്ടോ, എൻ്റെ ഒരു ഗുരുവും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സാറിൻ്റെ വൈഫും ഉണ്ടായിരുന്നല്ലേ, ഈ മോളിപ്പോളിൻ്റെ ഈ വീട്ടിൽ വരികയും ഈ കൃഷി രീതികളെല്ലാം കാണുകയും എല്ലാം പറഞ്ഞു തരികയും കുറേ തൈകളുമൊക്കെ തന്നുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മോളിപ്പോളിനെ ഒന്ന് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. എൻ്റെ വൈഫാണ് എന്നോട് പറഞ്ഞത് നമ്മൾ മോളിപ്പോളിനെ ഒന്ന് പരിചയപ്പെടുത്തണമല്ലോ, അണ്ണനത് മറന്നുപോയോ എന്ന് ചോദിച്ചു. അപ്പോൾ മോളിപ്പോളെ ഈ ജൈവ കൃഷിയിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെന്ന് അറിഞ്ഞായിരുന്നു. എന്തൊക്കെ അവാർഡുകളും കാര്യങ്ങളൊക്കെ മോളിപ്പോളിൽ കിട്ടിയിട്ടുണ്ട്? ഞാൻ ഇത് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 30 വർഷമായി. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അവാർഡിന് വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കൃഷിയായിരുന്നു. അപ്പോൾ അവാർഡുകൾ എന്നെ തേടി എത്തിയിരിക്കുന്നു. സരോജിനി ദാമോദരൻ, അതായത് പിന്നെ ഇൻഫോസിസ് എൻ്റെ പിന്നെ അവരുടെ ഷിബുലാലിൻ്റെ പേരൻസിന് വേണ്ടി ഏർപ്പെടുത്തിയൊരു അവാർഡാണ്. ആ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ താലൂക്ക് പഞ്ചായത്ത്, കൃഷിഭവന്, സ്കൂള്, കോളേജ്, പിന്നെ ഞങ്ങളുടെ രൂപതയുടെ KCBC എന്ന് പറയുന്ന സംഘടന, അങ്ങനെ ഉള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലുപരിയായിട്ട് ഒരുപാട് പേര് ഇവിടെ നമ്മുടെ ഭവനം വന്ന് സന്ദർശിച്ച് ഇത് കണ്ടും കേട്ടും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും കൃഷിയിലേക്ക് ഇറങ്ങാനുള്ളൊരു പ്രചോദനം ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ എന്തെല്ലാം സൈസ് കൃഷികളാണ് ഉള്ളത്? ഇവിടെ എല്ലാ കൃഷികളും ഉണ്ട്. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പൂക്കൾ, പിന്നെ നെൽകൃഷിയുണ്ട്. ഇവിടെ അല്ലാതെ വയലിലാണ് കൃഷി ചെയ്യുന്നത്. അങ്ങനെ ഉപ്പൊഴികെ ഞാൻ പശുവുണ്ട്, താറാവുണ്ട്. ഒരു സംയോജിത കൃഷിയാണ്. മീൻ വളർത്തൽ, പശു, ആട്, കോഴി, താറാവ്, അങ്ങനെ എല്ലാം കൂടി ചേർന്ന് ഒരു സമ്മിശ്രണം. നമുക്ക് ഇത് ഓരോന്നോരോന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ശരിയാണോ? ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഈ നാടകത്തെ തുടങ്ങാം അല്ലേ? അതിനു മുമ്പ് നമുക്ക് ചേട്ടായി പരിചയപ്പെടുത്തണ്ടേ? എന്റെ ഭർത്താവ് പോൾ മാനുവല് 45 വർഷമായിട്ട് ഫോട്ടോഗ്രാഫറായിരുന്നു. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായിരുന്നു കേട്ടോ. എനിക്ക് അറിയാവുന്ന ഒരാളും കൂടിയാണ്. 5 വർഷം മുന്നേ ഒരു സ്ട്രോക്ക് വന്ന് ഫുള്ള് തളർന്നു പോയ ഒരാളാണ്. പക്ഷേ ഇന്ന് ഇവിടെ ഈ പ്രകൃതിയിലെ ആഹാരം കൊണ്ട് എഴുന്നേറ്റ് നടന്ന എല്ലാ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. ഫോട്ടോഗ്രാഫി നിർത്തി. ഈ പ്രകൃതിയിലെ ആഹാരം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള ആഹാരമാണ്. ഇത് പ്രകൃതിയിലെ ഒരു ഡോക്ടറാണ്, നാച്ചുറോപ്പതി ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ആഹാരങ്ങളാണ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രകൃതിയെ സ്നേഹിച്ച് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. നാരക ഇത് ഞാൻ കുരു പാകി കിളിപ്പിച്ചുണ്ടാക്കിയതാണ്. വർഷങ്ങളായി ഇത് ഇവിടെ ഉള്ളതാണ്. ഇതൊക്കെ ഇത് അന്യം നിന്ന് പോയി. ഇന്നത്തെ തലമുറ ഇതൊന്നും കാത്തു സൂക്ഷിക്കുകയില്ല. അവർക്കിത് എന്താണെന്ന് പോലും കൂടെ അറിയില്ല. ചുരുക്കം ചില കടകളിലൊക്കെ കിട്ടാറുണ്ട്. അതായത് ഹിന്ദുസിന്റെ ഇടയിൽ കല്യാണത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു അച്ചാറാണ് വടുകപ്പുളി നാരക. അപ്പൊ അത് സുലഭമായിട്ടുണ്ടാകും. നിറച്ചുണ്ടാവുന്ന ഇത് നിറഞ്ഞുണ്ടായിട്ടുണ്ട്. ഇത് എന്നിട്ട് അത് അച്ചാറിടും. പിന്നെ നമ്മൾ കടകളിൽ വിൽക്കും. അങ്ങനെ പിന്നെ ഉണങ്ങി സൂക്ഷിച്ചു വെക്കും. ഈ നാരങ്ങയാണ് ഉണങ്ങി വെച്ചിരിക്കുന്നത്. ഇത് അക്കി എന്നൊരു ആപ്പിളാണ്. ഇത് ആഫ്രിക്കയിലുള്ളതാണ്. ഇത് നിറയെ ഇങ്ങനെ കപ്പലുമാവൻ പറങ്കിയ പോലെ ഇരിക്കും. പക്ഷെ അതിൻ്റെ അണ്ടിയില്ല, പറങ്കി പഴം മാത്രമേ ഉണ്ടാവൂ. ആപ്പിളിന്റെ ഷേപ്പ് അല്ല, ഇങ്ങനെ ഒരു കപ്പലണ്ടിയുടെ ഷേപ്പാണ്. അതായത് പറങ്കി മാങ്ങയുടെ അണ്ടിയുടെ ഷേപ്പ്. അത് തന്നെ, പറങ്കി മാങ്ങയുടെ ഷേപ്പ്. എന്നിട്ട് അതിൽ അണ്ടിയില്ല. ടേസ്റ്റ് ഇങ്ങനെ പഴം. പക്ഷെ ചിലര് പറയും ഇത് കഴിക്കരുതെന്ന്, യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു പറയും. പക്ഷെ ഞാനിത് അതെന്തോ അറിയത്തില്ല, എൻ്റെ വിഷാംശം ഉള്ളത്. പക്ഷെ ഞാനിത് കഴിച്ചിട്ടുണ്ട്, യാതൊരു കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് എന്തോന്നാ ഇത് റംബൂട്ടാന്. എത്ര തരം ചെടികളും അല്ല വൃക്ഷങ്ങളും ഉണ്ട് നമ്മുടെ ഇവിടെ?
എനിക്ക് ചെടികൾ ഒരുപാട് ഒരു 400 വെറൈറ്റി ചെടികളുണ്ട്. പിന്നെ പച്ചക്കറികൾ എല്ലാ വെറൈറ്റി പച്ചക്കറികളും ഉണ്ട്. അത് ഓരോ സീസൺ അനുസരിച്ചാണ് പച്ചക്കറികളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ മഴ തീർന്നു, ഇനിയിപ്പോൾ വേനലാകുന്നു. വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ ഉണ്ടാകുന്നത്. അത് പിന്നെ കണിക്കൊന്നയാണ്. അത് കണ്ടിട്ടില്ലാത്തത് മഞ്ഞ കണിക്കൊന്നയെ സാധാരണ കോമൺ ആയിട്ടുള്ളൂ. ഇത് റോസ് കണിക്കൊന്നയാണ്. റോസ് കണിക്കൊന്ന. റോസ് അയ്യോ ഇത് കാണാൻ എന്ത് രസമാണെന്ന്. ഇത് അതിന്റെ കാ കണ്ടോ കണിക്കൊന്ന കാ പോലെ കണ്ടോ ഇത് കൂട്ടെ. കാ ഇനി മൂത്ത് വരണം ഇത് കൂട്ടെ. അത് ഞാനിത് എറണാകുളം ഒരു സ്ഥലത്തുനിന്ന് കണ്ട് അവിടെ ഇറങ്ങി ഇതിന്റെ കായ എടുത്തു കൊണ്ടുവന്ന് പിടിപ്പിച്ചതാണിത്. പിന്നെ റംബുട്ടാൻ ഉണ്ടായി കഴിഞ്ഞോ? ഇത് റംബുട്ടാൻ്റെ സീസൺ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്കേ കായ്ക്കുള്ളൂ. അത് ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കായ്ക്കുന്ന സമയം. നീലക്കുറിഞ്ഞി പൂക്കുന്ന പോലെ ഉള്ളതാണ്. ഇതിപ്പോൾ ഈ സമയത്താണ് ഇത് തുടങ്ങുന്നത്. നീലക്കുറിഞ്ഞിയാണോ? നീലക്കുറിഞ്ഞിയല്ല, നീലക്കുറിഞ്ഞിയുടെ പോലത്തെ കളറുള്ളൊരു പൂക്കളാണ് ഇത്. ഇനി 4 മാസം നിൽക്കും. അപ്പോൾ ഇത് പൂ മാത്രമേ ഇനി കാണാനുള്ളൂ. ഇതിപ്പം വിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം നവംബർ തൊട്ട് ഫെബ്രുവരി വരെയാണ് ഇതിൻ്റെ കാലയളവ്. അതിങ്ങനെ നിറയെ പൂക്കളാണ്. കൊലകൊലയായിട്ട് ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിട്ടിരിക്കും. ഇത് അതിന് തൊട്ടടുത്ത് നിൽക്കുന്നത് ഇത് ഒരു അകത്തിയല്ല, പൊന്നാരി വീരൻ ചീര എന്ന് പറഞ്ഞൊരു ചീരയാണ്. ഇതിൻ്റെ ഇലയും പൂവും എല്ലാം നമ്മൾക്ക് ഭക്ഷിക്കാൻ യോഗ്യമാണിത്. മുരിഞ്ഞപ്പൂവിൻ്റെ ടേസ്റ്റാണത്. എല്ലാം കൈയെത്തുന്ന ദൂരത്ത് തന്നെയുണ്ട് പഴവർഗ്ഗങ്ങൾ ഇവിടെ. ഇത് ആത്തയാണെങ്കിൽ നിറഞ്ഞ ആത്തക്കായാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നുമ്പം വന്ന് നമ്മൾക്ക് പറിക്കുക, കഴിക്കുക. ഇതാണിത്. പിന്നെ കൈതച്ചക്കയുണ്ട്, അത് കാണിക്കാവേ. പിന്നെ അമ്പഴം, നാടൻ അമ്പഴം. അത് നാടൻ അമ്പഴം. ഇനിയിപ്പോൾ നിറച്ചതേ കായ ഉണ്ടാവും. ഇപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ കൂട്ട് കിടക്കുന്നതാണ് കായ. ഇത് കൂട്ട് ഇനിയിപ്പോൾ അത് ഇതുണ്ടാവും. പിന്നെ ഇലിമ്പം പുളിയ അത് കാണണമെങ്കിൽ ഇത് കൂർക്കയാണ്. ഇത് നിറയെ ഉണ്ടാകും. നമ്മൾ ഒരു ഗ്രോ ബാഗ് നട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തല നീളുന്നതനുസരിച്ച് നമ്മൾ ഗ്രോ ബാഗ് വേറെ നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ തല നീണ്ടു പോയിക്കോളും. അപ്പോൾ ഇതൊരു 5 മാസത്തെ വളർച്ചയുണ്ട്. ഇപ്പോൾ ഒരു ഫെബ്രുവരിയോടുകൂടി ഇത് പാകമാകും. പിന്നെ ഇവിടെ ചീനി നിറയെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ വിളവ് തീരാറായി. പിന്നെ നാടൻ വഴുതന. ഞാൻ എല്ലാത്തിനെയും നാടനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം നമ്മൾക്ക് അതാണ് നിലനിൽക്കുള്ളൂ. നമുക്ക് അതിൽ നിന്ന് മാത്രമേ വിത്തെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നീല വഴുതന അതാണ്. ഇതൊക്കെ അന്യം നിന്ന് പോയ സാധനങ്ങളാണ്. ഇതൊന്നും ചുരുക്കൻ ചിലരുടെയിലൊക്കെ കാണുന്നത്. പേരയ്ക്കായ പിന്നെ മുന്തിരിപ്പേര എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് 3 വെറൈറ്റി പേരയുണ്ട്. അകം ചുമന്ന പഴമുള്ള പേരയ്ക്ക, സാധാരണ പേരയ്ക്ക, മുന്തിരിപ്പേര. ഈ മുന്തിരിപ്പേര എന്ന് പറയുമ്പോൾ ഒരു കൊലയിലെ മുന്തിരിങ്ങ പോലെ ഒരു 10-50 കായ ഉണ്ടാകും. അതൊരു നെല്ലിക്കയുടെ മുഴുപ്പേ ഉള്ളൂ. കുഞ്ഞു പേര. അത് സാറ് കണ്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. അങ്ങനത്തെ പേരയല്ല, അത് ഒറ്റയായിട്ടല്ലേ ഉണ്ടാകും. ഇതിങ്ങനെ കൊലയായിട്ടുണ്ടാകും. പിന്നെ ചാമ്പ തായ്ലൻഡ് ചാമ്പ എന്ന് പറയുന്നത് നല്ല റെഡ് കളറില് വലിയ വലിപ്പമുള്ള ചാമ്പങ്ങയാണ്. ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ട് സീസൺ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. പിന്നെ ഇവിടെ പുല്ല്, അതൊരു വെറൈറ്റി ആയിരിക്കും കേട്ടോ. പുല്ലുചൂല്. നമ്മള് മാർക്കറ്റിൽ കിട്ടുന്ന പുല്ലുചൂലില്ലേ, അത് മോൾ ഇവിടെ നട്ടു വളർത്തിയിട്ടുണ്ട്. അതായത് വീടിനകമൊക്കെ അകം തൂക്കുന്ന ഒന്ന് കാണിച്ചു മോളി. ഇത് നമ്മൾ മുറിക്കാൻ തൂക്കുന്ന പുല്ലുചൂലാണ്. അത് ഇതാണ്. ഇത് ഒരു ചൂലുണ്ടാക്കാൻ ഏകദേശം ഒരു 25 എണ്ണം വേണം. 25 ഉണ്ടെങ്കിൽ ഒരു ചൂലായി. അപ്പൊ ഇതിങ്ങനെ വിപുലമായിട്ട് ഇതിങ്ങനെ ഇതേന്നെ പൊട്ടി തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അതെല്ലാം ഇങ്ങനെ പോകും. അപ്പൊ നമ്മളിത് പറിച്ച് ഉണക്കി വെച്ചിട്ട് നമ്മൾ ഇതാവുമ്പോൾ നമ്മളൊരു ചൂല് കെട്ടിയെടുക്കുക. ഇങ്ങനെ തണ്ട് നീട്ടി എടുത്തിട്ട് നമുക്ക് അടിക്കാൻ പാകത്തിന് നീളത്തിൽ തണ്ട് മുറിച്ചെടുത്തിട്ട് അത് ഉണക്കിയെടുത്ത് കെട്ടി വയ്ക്കുകയാണ് ഇത് കൂടെ. അങ്ങനെ
ഇത് പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാണ്. ഇത് വളരെ പ്രോട്ടീനുള്ള ഒരു സാധനം. ഇത് 10 എണ്ണം കഴിക്കുവാണെങ്കിൽ നമ്മൾ ഒരു നേരം ചോറുണ്ണുന്നതിന് തുല്യമാണ് ഇതിന് 10 ഫ്രൂട്ട് കഴിക്കുവാണെങ്കിൽ. ഇതെല്ലാവരും നമ്മൾ വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ഫലം കഴിക്കേണ്ടതാണ്. കാരണം അത്രയും പ്രോട്ടീൻ കിട്ടുന്ന വേറൊന്നുമില്ല. കപ്പലണ്ടിയുടെ ടേസ്റ്റാണത്. സമൂലം കഴിക്കാം, നമ്മൾക്ക് നമ്മൾ മുഴുവൻ കഴിക്കാം. ഇതിങ്ങനെ ഇത് പഴുത്തതാണ്. ഇത് സീസണിൽ 2-3 പ്രാവശ്യം ഉണ്ടാകും, നിറയെ ഉണ്ടാകും. ഇതിന് വലിയ ഒരു 2 വർഷം കൊണ്ട് ഇത് കായ്ക്കും. ചെടിയെ ഇത് ബർബര എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. ഒരു ചെറിയ നെല്ലിക്കയുടെ മുഴുപ്പേ ഉള്ളൂ. നല്ല ഇതാണ്. അത് നമുക്ക് പച്ചയ്ക്ക് ചെറുതായിരിക്കുമ്പോൾ നമുക്ക് കണ്ണിമാങ്ങ ഇടുന്ന പോലെ അച്ചാറിടാം. പിന്നെ ഇത് പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മാംസള ഭാഗം തിന്നാം. നല്ല ഇതാണ്. ഇതിനൊന്നും വലിയ സംരക്ഷണമൊന്നും വേണ്ടാത്ത ഒരു ഫ്രൂട്ടാണ്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയാം. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പുളിയുണ്ട്. അതുകൊണ്ടാണ് ഇത് അച്ചാറ് കണ്ണിമാങ്ങ പഴുത്താലും ഒരു ചെറിയ പുളിയുണ്ട്, കുഴപ്പമില്ല. നല്ല മഞ്ഞ നിറം, നല്ല ചെറുനാരങ്ങ പഴുത്ത കളറിൽ വരും. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ കുരുവുണ്ട്. അപ്പോൾ ആ കുരു നമുക്ക് പായി കിളിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് തൈ ഉണ്ടാക്കിയെടുക്കാം. ഇത് ചെറിയ അമ്പഴങ്ങയാണ്. ഇത് ഇങ്ങനെ നിറയെ പൂത്ത് നിറയെ ഇങ്ങനെ കൊലകൊലയായിട്ട് ഇങ്ങനെ കിടക്കും. ഇത് നമുക്ക് പഴുത്ത് കഴിഞ്ഞാൽ ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. ഇത് എവിടുന്ന് കൊണ്ടുവന്നോ? ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചതാണ്. ബഡ്ഡിങ് അല്ല, അല്ലാതെ ഉള്ളതാണ്. ഇത് അവരിതിങ്ങനെ കുരുപാകിയൊക്കെ കിളിപ്പിച്ചായിരിക്കും, കമ്പ് കുത്തിയൊക്കെ ആയിരിക്കും പിടിപ്പിച്ചതേ. അറിയത്തില്ല എങ്ങനെയാണ്. പിന്നെ ഇത് നാടൻ അമ്പഴം ഉണ്ട്, നമ്മുടെ അമ്പഴം ഉണ്ട് ഇവിടെ. പിന്നെ ചേമ്പുണ്ടെന്ന് പറ. ഇതല്ലേ എനിക്ക് പല വെറൈറ്റി ചേമ്പ്, 7 തരം ചേമ്പുണ്ട്. ഇത് അതിൻ്റെ ഇലയും തണ്ടും ഒക്കെ നമുക്ക് കറി വയ്ക്കാൻ പറ്റുകയാണ്. കിഴങ്ങുണ്ടാകത്തില്ല. ഈ ചേമ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ചേമ്പ് കൃഷി ചെയ്യുന്നത് അടിയിൽ കിഴങ്ങിന് വേണ്ടിയാണ്. അത്യാവശ്യം നമ്മൾ അതിൻ്റെ തണ്ട് കറി വയ്ക്കും. എന്നാൽ ഇത് അതല്ല. ഇതിൻ്റെ ഇലയും തണ്ട് മാത്രം കറി വയ്ക്കാൻ പറ്റിയ ഒരു ചേമ്പാണ്. ഇതിൻ്റെ ചുവട്ടിൽ കിഴങ്ങുണ്ടാകില്ല. മോളിപ്പോളിന് എത്ര സൈസ് ഇതേപോലെയുള്ള ചേമ്പുകളുണ്ട്? എനിക്ക് 7 വെറൈറ്റി ചേമ്പുകളുണ്ട്. ഇലകൾ കറി വയ്ക്കുന്ന ഈ 2 ചേമ്പേ ഉള്ളൂ. ചൊറിച്ചിലുണ്ടോ? ചൊറിച്ചിലില്ല, ഒന്നുമില്ല. ചീര പോലെ കറി വയ്ക്കാം. ചീര പോലെ കറി അവിയലിനകത്ത് ഇടാം, സാമ്പാറിലിടാം. ഇതോ ഈ വെള്ളയോ? അത് കണ്ണൻ ചേമ്പെന്ന് പറയുന്ന ചേമ്പാണ്. അത് അവിടെയുണ്ട് കാണിക്കാവേ. താമരക്കണ്ണനുണ്ട്, കണ്ണൻ ചേമ്പുണ്ട്. പിന്നെ ഇതൊരു തരം ഫ്രൂട്ടാണ്. ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാണ്, മരമാണ്. ഈ ചെറുതല്ലേ? അല്ല, നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പുറത്തുള്ള അല്ലേ? കായ ഉണ്ടായിട്ടുണ്ടോ? കായ ഉണ്ടായിട്ടുണ്ട്. അതേല് അത് എന്തോരം മുഴുപ്പ് വരും? അത് ഇതിപ്പം പിന്നെ ചെറുതായിട്ടാണ്. നല്ല വലിപ്പം, ഒരു ചെറിയ ഒരുമാതിരി സാമാന്യമുള്ളൊരു തേങ്ങയുടെ മുഴുപ്പ് വരുന്ന തേങ്ങയുടെ മുഴുപ്പ് വരും. ഇത് ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൂവയാണിത്. ആരോ പോലെയാണ് ഇതിൻ്റെ കിഴങ്ങിരിക്കുന്നത്. അതിന് നല്ല ടേസ്റ്റാണിത്. നമുക്ക് കപ്പ വേവിക്കുന്ന പോലെ വേവിച്ച് തിന്നാം, പൊടിച്ച് നമുക്ക് കുറുക്കി തിന്നാം, അടയുണ്ടാക്കി തിന്നാം. അങ്ങനെ പല ഉപയോഗങ്ങളാണത്. ഇതിൻ്റെ ചുവട്ടിൽ കിഴങ്ങുണ്ടാകും. അത് എലിക്ക് വളരെ ടേസ്റ്റുള്ള, എലി വളരെ ടേസ്റ്റ് ആയതാണ് അത് പറിച്ച് തിന്നും. അത് പിന്നെ പക്ഷെ നമ്മളത് സംരക്ഷിച്ച് കഴിഞ്ഞാൽ നല്ല നീളത്തിലുള്ള കിഴങ്ങുകൾ കിട്ടും നമുക്ക്. റാഡിഷ് പോലെ ഇരിക്കും കണ്ടാല്. നിറഞ്ഞു കായ്ക്കുകയാണ്. നമ്മുടെ കൊടംപുളിയില്ലേ? അത് വലിയ കൊടംപുളി. അത് നമ്മുടെ സാധാരണ ഇത് നമുക്ക് ബഡ് കൊടംപുളി. അതായത് ഈ മുഴുപ്പിൽ തന്നെ ഫുള്ള് കായ്. അത് തന്നെ. ഇതിന് കായ കീഴെ താഴെ കിടക്കുന്നത്. നമ്മൾ മറ്റേ പോലെയല്ല, ഏകരം ഇങ്ങനെ പൊങ്ങിപ്പോങ്ങനെ ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കും. അത് ഇതിനെ ഇതായി കഴിഞ്ഞാൽ നമ്മൾ കർക്കിടക മാസം ആകുമ്പോഴത്തേക്കും ഇത് പറിക്കത്തക്ക രീതിയിലാവും. മധുരച്ചേമ്പ്. അതിന്റെ ചോട്ടില് നമ്മള് കിഴങ്ങ് നമ്മള് പുഴുങ്ങി തിന്നും. മോളി എന്റെ ഡൽഹിയിൽ എങ്ങാണ്ട് പോയ കാര്യം പറഞ്ഞു. അതെന്താ? അതിന് ഒരു സയന്റിസ്റ്റ് ഇവിടെ വന്ന് കണ്ട്, പുള്ളിക്ക് എൻ്റെ പ്രവർത്തന മേഖല കണ്ട് ഇഷ്ടപ്പെട്ട എനിക്കൊരു ഇത് തന്നാണ് അവിടെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ. അങ്ങനെ ഞാൻ ഡൽഹിയിൽ പോയി. അപ്പം 140 വിദേശ രാജ്യങ്ങൾ പങ്കെടുത്തൊരു മീറ്റിംഗ് ആയിരുന്നു.
അപ്പോൾ എല്ലാ വിദേശ രാജ്യങ്ങൾക്കും എൻ്റെ ഒരു 20 മിനിറ്റ് നേരം പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് വളരെ ഇഷ്ടപ്പെട്ട പിന്നെ ചില രാജ്യക്കാരൊക്കെ ചോദിച്ചു ആറ് റെഡി ടു കം എന്ന്. പക്ഷേ ഭർത്താവിന് ഇട്ടിട്ട് പോകാൻ വയ്യ. എനിക്ക് ഇതാണ് അവർക്ക് കൃഷിയെക്കുറിച്ചൊക്കെ ഉള്ള. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അത് ഇനി ഇന്ത്യയിൽ വരുന്ന ഒരു മീറ്റിംഗ് അല്ല, അത് വിദേശ രാജ്യങ്ങളിലാണ് കൂടുതലും വരുന്നത്. അത് ഇത് ഇലയും തണ്ടും കൂടെ കറി വെക്കുന്ന ഒരു ചേമ്പാണിത്. മറ്റേ 7 ഇനം ഉണ്ടെന്ന് പറഞ്ഞതിൽ 7 ഇനം ഉണ്ടെന്ന് പറഞ്ഞതിലുള്ള ഒരു ഇനമാണ് ഇത്. നമ്മൾക്ക് കാബേജ് വെക്കുന്ന പോലെയുള്ള അതേ ടേസ്റ്റാണ്. ഇതിൻ്റെ തണ്ടും ഇലയും എല്ലാം നമ്മൾക്ക് കറിക്ക് ഉപയോഗിക്കാവുന്നതാണത്. എനിക്ക് ഏകദേശം ഒരു 26 തരം ഇലച്ചെടികളുണ്ട്, ഇലക്കറികളുണ്ട്. ഇത് 12 ചേമ്പായി. കണ്ണൻ ചേമ്പെന്ന് പറഞ്ഞ ചേമ്പാണ് ഇത്. പുഴുങ്ങാനും കറി വയ്ക്കാനും വളരെ നല്ലതാണ്. നമുക്ക് സാമ്പാറിലിടുവോ പിന്നെ പുഴുങ്ങി അടിക്കിഴങ്ങുണ്ടാകും. അതിങ്ങനെ ഒരുപാട് കിഴങ്ങുണ്ടാവും. ഈ മേളിൽ കാണുന്നത് കോവയ്ക്ക. കോവലെല്ലാം ഇങ്ങനെ നിറച്ചങ്ങളുണ്ട്. ഇത് പാവല് പല ചെറിയ പാവലുണ്ടല്ലേ? ചെറിയ പാവയ്ക്ക ഇഷ്ടം പോലെയുണ്ട്. ഇത് എടുത്തോളാം. ഇതൊക്കെ ചെറിയ പാവലല്ലേ? ഇത് കണ്ടോ, ഇത് ചെറിയ പാവലാണ്. ചെറിയ പാവലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ വിരലിൻ്റെ നീളേ ഉള്ളൂ. ഇതിങ്ങനെ നിറച്ചുണ്ടാകും. ഈ കോവയ്ക്ക ഉണ്ടാകുന്ന പോലെ നിറച്ചുണ്ടാകുന്ന ഒരു പാവയ്ക്കാണ് ഇത്. മോളിയുടെ ഈ വീട്ടിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ ഞങ്ങൾ പിന്നെ 5-6 വർഷം മുമ്പ് വന്നപ്പോഴും ഈ പാവയ്ക്ക നിറഞ്ഞു കിടപ്പുണ്ട് അല്ലേ? ഇവിടെയുണ്ട്. ഒത്തിരി ചേമ്പുകൾ ഒത്തിരി പാവലുണ്ട്, പല വെറൈറ്റി ഇതുകൊണ്ട്. അതിന്റെ വലിയ ഇല ഇതുകൊണ്ടോ അതിന്റെ ഇല നോക്കി, ഇല ആനയുടെ ചെവിയേക്കാളും അപ്പം അത് വേറെ ചേമ്പാ അല്ലേ? ഇത് നമ്മൾ അവിടെ കണ്ടതല്ലേ? വളത്തിന്റെ കൂടുതലും ഇത് നമ്മൾ അവിടെ കണ്ടതല്ലേ? ഇതിപ്പോ എടുത്ത് പോട്ടെ. ഇത് കിഴങ്ങുള്ളതാണോ? ഇത് ആ ചേമ്പ് തന്നെയാ. കിഴങ്ങില്ല. എനിക്ക് പിന്നെ അവിടെ അച്ചാറിടാനുള്ള ഒരു 6-7 തരമുണ്ട്. അമ്പഴമുണ്ട്, ഇത് നെല്ലിപ്പുളി എന്ന് പറയും, അത് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും. അതൊക്കെ സീസൺ ആകുമ്പം നിറയെ ഉണ്ടാവും. അപ്പോൾ എല്ലാ സമയത്തും എനിക്ക് അച്ചാറിടാനുള്ള എല്ലാ കൂട്ടങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ എന്താ? ഇതിന്റെ പാവയ്ക്ക. ഇതാ പാവയ്ക്കട അല്ലേ? ഇത് വേറൊരു തരം വെറൈറ്റി പാവല. ഇതും ചെറിയ പാവയ്ക്കാണ്. ഇതെല്ലാം തനിയെ ഉണ്ട്. ഒരു പ്രാവശ്യം നട്ടാൽ നമുക്ക് ഇത് പിന്നെ എപ്പോഴും ഇങ്ങനെ പാവയ്ക്ക നിറച്ച് കായ്ച്ചുകൊണ്ടിട്ടേ ഇരിക്കും. ഇങ്ങനെ ഇതിന് കേടുകളൊന്നുമില്ല. നമ്മള് മറ്റേ പുഴുശല്യം അങ്ങനെയൊന്നുമില്ല. അതായത് കൂടെ പുഴുശല്യം ഒന്നുമില്ല. ഈ മോളി ഈ പിന്നെ കാന്താരിയെ ഇത് വരുമോ മറ്റേ ഈ കീടങ്ങൾ കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ ഒരു പിന്നെ പൂപ്പൽ പോലെ വെള്ള നിറത്തിൽ വരും. അതിന് ഞാൻ കണ്ടുപിടിച്ച ഇതൊരു തരം വെറൈറ്റി ചേമ്പാണ്. ഇത് താമരക്കണ്ണൻ ചേമ്പ്. ഇത് നമ്മൾ കിഴങ്ങ് പിന്നെ കറി വയ്ക്കുന്ന ചേമ്പാണ്. അത് പിന്നെ കീടങ്ങൾ വരുന്നതിന് ഞാൻ എന്നറിയാമോ പുകയിട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ ഇതെല്ലാം പറന്നു പോയിക്കോളും. അതിൻ്റെ ചുവട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിൽ ഇച്ചിരി ഇങ്ങനെ എടുത്ത് തീ കത്തല്ല, പുകഞ്ഞിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇലയുടെ അടിഭാഗത്തൂടെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. ഇത് കൂട്ട. അപ്പോൾ അത് വളരെ പ്രയോജനപ്രദമാണത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പൊയ്ക്കോളും. ആ കീടങ്ങളെല്ലാം പോയി പൊക്കോളും. ഒരു വെറൈറ്റി ചീരയാണ്. ഇതിന് പിന്നെ ചീനിക്കിഴങ്ങ് പോലെ ഇതിനടിയിൽ കിഴങ്ങുണ്ടാകും. ഇതിൻ്റെ ഇല നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. അതുപോലെ അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇത് നമുക്ക് ചെടിയായിട്ട് ഉപയോഗിക്കാം, ചീരയായിട്ട് ഉപയോഗിക്കാം. ഇതിന്റെ അടിയിലും കിഴങ്ങുണ്ടാകും. കിഴങ്ങ് ഉപയോഗിക്കാം. ചീനിക്കിഴങ്ങായിട്ട്. പശു ഇവിടെ തന്നെയാണോ? അതെ. അതിനിപ്പം തീറ്റ കെട്ടിയെടുത്തുന്ന തീറ്റയെ പിന്നെ തീർന്നിട്ടാ കരയുന്നത്. ഇത് എത്ര സെന്റ് സ്ഥലമുണ്ട് ചേച്ചി? നമ്മൾ ഇത്രയും കാര്യം നമ്മള് കൃഷി ചെയ്യുന്നത് ഇത് ഏകദേശം 2 ഏക്കർ സ്ഥലമുണ്ട്. പിന്നെ ഇത് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10-40 സെന്റേ ഉള്ളൂ. ഉള്ളതേ ഉള്ളൂ. അപ്പം 1 ഇഞ്ച് സ്ഥലം പോലും ഞാൻ ബഹളമാണ്. താറാവല്ലേ? താറാവിന് തുറക്കണം. ഇല്ല, തുറക്കണമെന്നില്ല. മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കോഴിയെയും താറാവിനെയും വളർത്തുന്നു. താറാവുണ്ട്, കോഴിയുണ്ട്, ആടുണ്ട്, പശുവുണ്ട്, എല്ലാം ഉണ്ട്. നാടൻ പശുവുണ്ട്. അതിന് പറമ്പി കെട്ടിയിരിക്കുകയാണ്. മുട്ട കിട്ടുന്നുണ്ടോ? മുട്ട ഇടാനായില്ല. എവിടുന്ന് വാങ്ങിച്ചു? ഇത് ഞാൻ പിന്നെ കോട്ടയത്ത് ചൈതന്യ പാസ സെന്റർ എന്ന് പറഞ്ഞ നഴ്സറി ഉണ്ട്, അവിടെ നിന്ന് മേടിച്ചതാണ്. ഹൈബ്രിഡാണ് ഇത്. അത് കമ്പെല്ലാം ഒടിഞ്ഞു പോയിട്ട് ഞാനിങ്ങനെ ചെരിച്ച് കൊടുത്തിരിക്കും. നിറച്ച് കായ
ഉണ്ടാവും നിറച്ച് കായ ഉണ്ടാവും ഇതുകൊണ്ട്. കമ്പാ കുത്തുന്നത്. കമ്പ് കുത്തിയാൽ പിടിക്കും. പക്ഷെ ഇപ്പം കമ്പില്ല. കമ്പ് പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ പൊന്നു സാറേ എന്തേ പിടിപ്പിച്ചില്ല. പിന്നെ ഇതൊരു തരം ചോളമാണ്. ഇത് പൊടിച്ച് നമുക്ക് കുറുക്കി തിന്നാവുന്നതാണ്. നല്ല കൊലയായിട്ട് ഇങ്ങനെ കിടക്കും. ഇത് ഇങ്ങോട്ടത്. പിന്നെ ഒരുപാട് തരം ചീരകളുണ്ട് ഇവിടെ. ഇതൊരു വെറൈറ്റി ചീരയാണ്. ചീരകൾ അപ്പം എന്തും തൊടിയിലേക്ക് വന്നാൽ നമ്മൾക്ക് ഇലക്കറികൾ വേണമെങ്കിൽ ഇലക്കറികൾ, അല്ലാത്തത് വേണമെങ്കിൽ അല്ലാത്തത്. അപ്പം നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. മണ്ണിനെ പുഷ്ടിപ്പെടുത്തി എടുക്കാം നമ്മൾക്ക്. ഇത് ഇത് അടതാപ്പെന്നും പറഞ്ഞ ഒരു കായാണിത്. ഇത് അടതാപ്പ്. ഞാൻ എവിടെ നിൽക്കണം? ശരി എവിടെ നിന്നാലും മുകളിലുണ്ടാകുന്നത് ഇതിന് എയർ പൊട്ടറ്റോ എന്ന് പേര് പറയും. ഉരുളക്കിഴങ്ങ് പോലെ തന്നെ. ഇത് അടിയിൽ ഒരു ചേനയുടെ വലിപ്പത്തിൽ അതിൻ്റെ കിഴങ്ങുണ്ടാകും. മുകളിലോട്ട് ഇങ്ങനെ വള്ളി കുത്തി കുത്തി കുത്തി. ഇത് നമ്മൾക്ക് മുട്ടിന് വേദനയ്ക്ക് ഇത് കറി വെച്ച് കൂട്ടിയാൽ മതി. ഇത് നമ്മുടെ ആ മുട്ടിൻ്റെ ഫ്ലൂയിഡൊക്കെ തീരുമ്പോഴാണ് മുട്ടിന് വേദന ഉണ്ടാകുന്നത്. ഇത് ഫ്ലൂയിഡ് ഉണ്ടാകാൻ പറ്റിയ ഒരു ഇതാണ്. ഇതിങ്ങനെ ഓരോ തണ്ടയിലും ഇങ്ങനെ മുട്ടായിട്ടായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് എയർ പൊട്ടറ്റോ എന്നാണ് ഇത് പറയുന്നത്. വളരെ അത് കിലോ 300-400 രൂപ വിലയുള്ള ഒരു ഇത് കിഴങ്ങാണത്. ചെറുതേനുണ്ട്. എനിക്ക് 5 പെട്ടിയുണ്ട് ചെറുതേന്. അപ്പം പിന്നെ നമ്മൾക്ക് ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഭിത്തിയിലൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ കലമൊക്കെ വെച്ച് കൊടുത്താൽ അതിനകത്ത് ഈച്ചകൾ കയറും. തന്നെ വന്ന് കയറിക്കോളൂ. അതെ. അപ്പം അത് നമ്മൾക്ക് ഇതൊക്കെ നമുക്ക് എന്തും നമുക്ക് വിചാരിച്ചാൽ ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ടപ്പോൾ ഈച്ച കയറുന്ന കണ്ടോ. തേനെടുക്കുന്ന മാർച്ച് മാസത്തിലാണ്. ഇതൊരു വെറൈറ്റി പാവയ്ക്കായാണ്. ഇച്ചിരി നീളമുണ്ട്. ഇത് കപ്പളങ്ങ കണ്ടോ. കപ്പളം നിറഞ്ഞ് കപ്പളങ്ങ കിടക്കുന്നത്. അതൊക്കെ എടുത്തോ. അത് കൂട്ടാം. അതൊക്കെ അത്രയും എങ്ങനെ. അപ്പം പക്ഷികൾക്കും ഞാനൊരു പങ്ക് കൊടുത്താണ് അത് തന്നെ നമ്മൾ മാത്രം കഴിക്കരുത്. അതെ. അത് പിന്നെ നമ്മൾ കാണുകയല്ലോ പഴുക്കുമ്പോഴേ. അപ്പോഴത്തേക്ക് അവർ പിന്നെ തിന്നിട്ട് പോകും. ഇതിങ്ങനെ കുറ്റിക്കകത്തൂടെ ഇങ്ങനെ ഞാൻ നട്ടുപിടിപ്പിക്കും. അപ്പോൾ ഇത് കോഴി ചകയത്തില, എലി അങ്ങനെ മാന്തി കളയല. അപ്പോൾ അതൊരു ഇതൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആയിരുന്നതിനെ ഞാനത് ഉപയോഗപ്രദമാക്കി എടുക്കുന്നതാണ്. അത് ആക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ മണ്ണ് നിറച്ച്. അപ്പോൾ പിന്നെ ഇനി അവിടെ ഓറഞ്ച് നാരമുണ്ട്. അതാണ് ഇത് പെരസ്കി എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. ഇത് കൂട്ടം ഇത് മുന്തിരിങ്ങ പോലെ ഉണ്ടാകും. ഇത് പെരസ്കി എന്ന് പറഞ്ഞൊരു പെരസ്കി ഇത് കൂട്ടം. ഇതാ. പിന്നെ ഇത് ലൂവിക്ക നിറയെ സീസൺ ആയി കഴിയുമ്പോൾ നിറഞ്ഞുണ്ടാകും. ഇപ്പോൾ ഇത് ഒരു ട്രിപ്പ് കായ്ച്ച് അടുത്ത ട്രിപ്പിലേക്ക് ഇതിപ്പം കായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. രംഗോളി എന്ന് പറഞ്ഞൊരു വാഴയാണ് ഇത് കൂടെ. അത് നിറഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ അതവിടെ തന്നെ 3 കൊലകളുണ്ട്. ഇങ്ങനെ എപ്പോഴും നമുക്കിങ്ങനെ ഫ്രൂട്ട്സ് എപ്പോഴും ഉണ്ട് നമ്മൾക്ക്. അവിടെ ഇത് 2 നാരങ്ങ പറിച്ചു തരാം. നോക്കട്ടെ. ഇത് വെള്ളം പിഴിയാൻ അല്ല, അത് അന്ന് പിഴിഞ്ഞ് തന്ന നാരങ്ങ ഇതായിരുന്നു. ഇതിപ്പോൾ ഇത് നിറച്ച് കായ്ച്ചുകൊണ്ടിരുന്നായിരുന്നേ. ഇവിടെ അങ്ങനെ 2-3 പഴുത്തത് കണ്ടായിരുന്നു. അത് പോയോ, ഒഴിഞ്ഞു പോയോ? അയ്യോ, ഞാനത് അത് തന്നെ അതിന് ഓറഞ്ച് നാരങ്ങ നമുക്ക് വെള്ളം കുടിക്കാനും കൊള്ളാം. അല്ലെങ്കിൽ ഇത് പറിച്ചെടുത്തന്നെ. ഇത് കൂടെ മൾബറി, നല്ല നീളമുള്ള മൾബറിയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പക്ഷികൾക്കാണ് പ്രയോജനം. കാരണം അവർക്ക് തൊടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ രാവിലെ മുതൽ കിളികൾ ഈ ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ അവർ പറിച്ച് തിന്നുകൊണ്ട് പൊക്കിക്കൊണ്ടിരിക്കും. താഴോട്ട് പോവാം. പിന്നെ പേര ഇതില്ല, പേരയ്ക്ക ഇല്ല. പേര അത് വെറൈറ്റി പേരയാണ്. ഇതല്ലേ കേട്ടോ അവനെ. കറിവേപ്പ. മൂളി എന്തൊക്കെയാണ് അരിഞ്ഞ് ഉണക്കിയിട്ടുള്ളത്? ഞാൻ പിന്നെ കൃഷിയിടത്തിൽ പാഴായി പോകുന്നതിന് ഞാൻ എല്ലാം അരിഞ്ഞു. അതായത് ചക്ക, പിന്നെ നാരങ്ങായ, ചക്കുക്കുരുവ, പിന്നെ വെണ്ടയ്ക്കായ, കോവയ്ക്കായ, വഴുതനങ്ങായ, പിന്നെ പാവയ്ക്കായ, അങ്ങനെ പച്ചക്കറികളെല്ലാം ഉണങ്ങി വെക്കും. ഈവൻ ഞാൻ പിന്നെ മുരിങ്ങക്ക വരെ ഞാൻ ഉണങ്ങി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഇത് മുരിങ്ങക്ക ഉണങ്ങിയതാണ്. ഇത് എല്ലാ സീസണിലും മുരിങ്ങക്ക കിട്ടിയല്ല. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കണ്ടുപിടിച്ചു. ഇതിങ്ങനെ മുരിങ്ങക്ക ഉണങ്ങി. ഇത് നമ്മൾ കറി വയ്ക്കുന്നതിന് മുന്നേ ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്താൽ, എന്നിട്ട് നമ്മൾ അവിയലിനോ സാമ്പാറിനോ ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടും.
കുപ്പി ഇറക്കിയത് ചുമ്മാ വെറുതെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി വെയിലത്ത് വെച്ച് ഉണങ്ങും. അപ്പൊ അതിങ്ങനെ നല്ലതായിട്ട് ഇരുന്നോളൂ. അല്ല മോളി, ഇത് കറി വെക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒറിജിനൽ നാരങ്ങയുടെ ഇതിന്റെ അതിന് പച്ച നിറം ഇല്ലെന്നുള്ളതേ ഉള്ളൂ. ഇതിന് ആ ഉണങ്ങിയ നിറമാണ് കിട്ടുന്നത്. പക്ഷെ ടേസ്റ്റ് കിട്ടും നമുക്ക് കിട്ടും. ഇത് എന്ത് സർട്ടിഫിക്കറ്റ് ആണ്? ഇത് റോട്ടറി ക്ലബിന്റെ സർട്ടിഫിക്കറ്റ് തന്നതാണ്, അവാർഡ് തന്നതാണ്. 10,000 രൂപയും ഈ മെമ്മന്റോയും കൂടെ നമ്മൾക്ക് തന്നതാണ്. ഇത് കൂടുതൽ അത് പള്ളി ഭരണജ്ഞാനം പള്ളി ആദരിച്ചതാണ്. നമ്മുടെ ഏറ്റവും മികച്ച കർഷകയ്ക്കുള്ള ഇത് തന്നാണ്. ഇത് എന്തൊക്കെയാണെന്ന് പറയാം. ഇത് വെള്ളുകപ്പ ഉണങ്ങിയത്. പച്ചയ്ക്ക് നമ്മൾ കപ്പ ഉണങ്ങി വെച്ചാൽ ഇത് പൊടിച്ച് നമുക്ക് കുറുക്കുണ്ടാക്കാം, അടയുണ്ടാക്കാം. അപ്പൊ അങ്ങനെ അതാണ് ഇത് കപ്പ. അതായത് ഇതെല്ലാം നമ്മുടെ കൃഷിയിടത്തിലുള്ളതാണ്. വാട്ടുകപ്പ. ഇത് നാരങ്ങ, വടുകപ്പുളി നാരങ്ങ എന്ന് പറയുന്നതാണ്. ഇത് സീസണ് ധാരാളം ഉള്ളപ്പോൾ നമ്മളിതിങ്ങനെ ഉണങ്ങി വെച്ചാൽ കുറേശ്ശെ എടുത്ത് നമുക്ക് അച്ചാറിടാം. അത് വളരെ ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ്. ഇതുകൊണ്ട് ഇത് അച്ചാറിടുമ്പോഴും തലേദിവസം ഇച്ചിരി കുതിർക്കും. വെള്ളത്തിലിട്ട് ഇച്ചിരി കുതിർത്ത് കഴിഞ്ഞിട്ട് ആ വെള്ളം കളയണ്ട. പിന്നെ പുളി കൂടുതൽ വേണ്ടാന്നുള്ളവർക്കാണെങ്കിൽ വെള്ളം കളയാം. പിന്നെ നമ്മൾ അച്ചാറിൻ്റെ എല്ലാ ചേരുവകളും ചേർത്ത് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതുകൊണ്ട് പിന്നെ എന്തെല്ലാം ഉണങ്ങിയത്? പിന്നെ എല്ലാം ഉണങ്ങിയത് അടുക്കളയിൽ കാണിക്കാം. എൻ്റെ അടുക്കള എന്ന് പറയുന്നത് കേരളത്തിന് ഇങ്ങനെ ഒരു അടുക്കള ഇല്ലെന്ന് എല്ലാവരും പറയും. കാരണം സുരക്ഷിത ഭക്ഷണം അതാണ് ഇത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം ഉണ്ടായാലും ഇപ്പൊ ഈ കൊറോണ വന്നു, എന്നെ സംബന്ധിച്ച് ഇതൊന്നും ബാധകമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം എല്ലാം ഞാൻ എൻ്റെ കൃഷിയിടത്തിൽ നിന്ന് ഉണ്ടാക്കിയത്. കാരണം ഒരു സാധനം പോലും വെളിയിൽ നിന്ന് വാങ്ങണ്ട. ഇതില് ചക്ക ഉണങ്ങിയതുണ്ട്, വെള്ളുകപ്പ ഉണങ്ങിയതുണ്ട്, ഉപ്പേരി ഉണങ്ങിയതുണ്ട്, മഞ്ഞൾ ഉണങ്ങിയതുണ്ട്, കുരുമുളകുണ്ട്, കാപ്പിക്കുരുണ്ട്, പിന്നെ ചുക്ക് ഉണങ്ങിയതുണ്ട്, ചക്കുക്കുരു ഉണങ്ങിയതുണ്ട്, പാവയ്ക്ക ഉണങ്ങിയതുണ്ട്. അങ്ങനെ എല്ലാ കൂട്ടങ്ങളും ഉണങ്ങിയതുണ്ട്. പിന്നെ ഞങ്ങള് ഈന്തങ്ങ എന്ന് പറയുന്നത് ഈന്തപ്പഴമല്ലേ, ഈന്തങ്ങ ഒരു കാ പോലെ ഉണ്ടാവും. അത് മക്കളുണ്ട്. അതിന് 6 ദിവസം കൊലകുത്തി ഉണ്ടാവും. ചക്ക ഉണങ്ങിയതുണ്ട്. അപ്പൊ മോളിക്ക് കിട്ടിയ അവാർഡുകളാണ് ഈ കാണുന്ന മുഴുവൻ അല്ലേ? അല്ലേ? തീർച്ചയായിട്ടും. ഈ ഫോട്ടോസുകളൊക്കെയോ? ഈ ഫോട്ടോസുകളൊക്കെ ഇവിടെ വന്നവരും പിന്നെ എനിക്ക് അവാർഡുകൾ തരുമ്പം എടുത്ത ഫോട്ടോസും എല്ലാമാണ് ഇതുള്ളത്. പിന്നെ ഇവിടെ നടൻ ശ്രീനിവാസൻ വന്നായിരുന്നു. ഇവിടെ എന്നെ കുറിച്ചുള്ള ഇത് കേട്ട എൻ്റെ അടുക്കള കാണാൻ വേണ്ടിയിട്ട് ശ്രീനിവാസന് ഇവിടെ 2014 വന്നായിരുന്നു. നമ്മുടെ മോളിയുടെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഒരു 100,000 പച്ചക്കറികളും പൂന്തോട്ടവും എന്താ പറയുക ഇലച്ചെടികളും കൊണ്ട് ഇവിടെ കിഴങ്ങ് വർഗ്ഗങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷികളും മൃഗങ്ങളും ഇവിടെ ഇല്ലാത്ത വേറൊന്നുമില്ല. ഈ രാജ്യത്ത് 10 കൊറോണ വന്നാലും ശരി മോളിക്കുട്ടിയെ ബാധിക്കില്ല, അത്രയ്ക്ക് സംഭവമാണ്. പിന്നെ ഇവിടെ നമ്മൾ ഈ അരിഞ്ഞുണങ്ങിയിരിക്കുന്ന കുറേ പഴവർഗ്ഗങ്ങളുണ്ട്. എന്നൊക്കെയാണ് അരിഞ്ഞുണങ്ങിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും. ഇനി നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിത് മോളിക്കുട്ടിയുടെ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ വിളിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം വാങ്ങിക്കാം കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? നേരിട്ട് കാണാം. ഈ ചെടികളൊക്കെ നമുക്ക് കാണാം. പിന്നെ എല്ലാം മോളിക്കുട്ടി കൊണ്ടുവന്ന് കാണിക്കും. നിങ്ങൾക്ക് വേണ്ട പച്ചക്കറി ഉണങ്ങിയതോ അല്ലെങ്കിൽ ഇവിടെ പച്ചയായിട്ടുള്ളതോ എന്ത് വേണേലും തരും അല്ലേ? തീർച്ചയായിട്ടും. മോളി ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞതിന് വളരെ സന്തോഷം. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കാര്യം അത്രയ്ക്ക് സുന്ദരമായൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പം നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് വെച്ച് കാണാം. അപ്പം ഗുഡ് ബൈ പറയാം. ഗുഡ് ബൈ.